ഞങ്ങൾക്കിപ്പം ഇത് നല്ലൊരു വിജയമായി തന്നെ ഞങ്ങൾ കാണുകയാണ്. പ്രത്യേകിച്ച് ഭരണിക്കാവ് മീഡിയയാണ് സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഭരണിക്കാവ് മീഡിയയ്ക്ക് ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പ്ലാസ്റ്റിക്കുകൾ റോഡരികിലിട്ട് കത്തിക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. നമസ്കാരം, ഭരണിക്കാവ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസം അടുപ്പിച്ച് 2 വീഡിയോ ചെയ്തിരുന്നു. കാരണം ഈ പാവത്തുങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും ഇന്ന് അതിന്റെ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതേപോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്നും ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം ഇന്ന് പഞ്ചായത്ത് അധികൃതർ ഇവിടെ വന്നിട്ട് അതിനെതിരെ നല്ല ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാ പകർപ്പും എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അതിനെതിരെ ഒരു ഡോക്യുമെന്റ് എല്ലാം അവർ തയ്യാറ് വെച്ചിരിക്കുകയാണ്. ഇന്ന് പോലീസ് സ്റ്റേഷനിലും പോയിട്ട് ഇവർക്ക് നീതി കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ നിങ്ങൾക്കാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. നിങ്ങൾ അത്രയും ഷെയർ ചെയ്ത് അത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയാണ് നന്ദി പറയുന്നത്. കാരണം ഇതേപോലുള്ള ആൾക്കാരെ വഞ്ചിക്കുമ്പോൾ, ഇതേപോലുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുമ്പോൾ, ഇതേപോലുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്ത ചെയ്യുന്ന ചാനലുകാർ എന്നും അവർ കൂടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി അറിയിപ്പിക്കുകയാണ് എല്ലാവർക്കും. ഞങ്ങളിപ്പോ ഇവിടുത്തെ പരിസ്ഥിതി മലിനീകരണവും ഈ വഴിവിളക്ക്, പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന റോഡ് ക്ലീനിങ്, നായ്ക്കളുടെ ശല്യം, ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ 2 വട്ടമായിട്ട് ഞങ്ങൾ ഭരണിക്കാവ് മീഡിയയും സൂപ്പർ കുട്ടൻസിനെയും വിളിച്ചിട്ട് ഞങ്ങൾ 2 വീഡിയോ ചെയ്തിരുന്നു. അതെന്തായാലും ഞങ്ങൾക്ക് ഫലം കണ്ടിരിക്കുകയാണ്. പഞ്ചായത്തുകാർ അധികൃതർ വന്നിരുന്നു. അവർ വന്ന് ഇവിടെ എല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം അവർ ചെയ്തു തരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടാണ് അവർ പോയിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ചെയ്ത് അധികാരികളിലേക്ക് ഇത് എത്തിക്കാൻ, ഞങ്ങൾക്ക് വാർത്ത ചെയ്യാനായി ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തന്ന ഭരണിക്കാവ് മീഡിയയ്ക്കും സൂപ്പർ കുട്ടൻസിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ പഞ്ചായത്തിനും ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനും അവരും ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇവിടെ ഇനി മുതൽ രാത്രി കാലങ്ങളിൽ പെട്രോളിങ്ങിന് പോലീസിനെ അയക്കാമെന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പഞ്ചായത്തുകാർ ലൈറ്റിന്റെ കാര്യത്തിലും നായ്ക്കളുടെ ശല്യത്തിലും ഏറ്റവും വലിയ പ്രശ്നമായ ഈ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്നതിനകത്തും പരിഹാരം ചെയ്തു തന്നിട്ടുണ്ട്. അവർ അന്വേഷണത്തിന് ഇന്ന് വന്നിരുന്നു. എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുക. ഇവിടെ ഈ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് നിർമ്മിക്കുന്നതിനും ഈ വഴിവിളക്കില്ലാത്തതിനും ഇവിടെ പരിസരങ്ങൾ വൃത്തിയാക്കി തരുന്നതിനും ഞങ്ങൾ പഞ്ചായത്തിലും പോലീസിലും പറഞ്ഞു. പഞ്ചായത്തുകാരും പോലീസുകാരും ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ വളരെ നന്ദികളുണ്ട്. ഈ വന്ന ചാനലുകാർക്കും നല്ല നന്ദികളായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്തിന് ഏറ്റവും വലിയ നന്ദിയായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ കുളങ്ങളും വൃത്തിയാക്കി, ഈ പരിസരങ്ങളും വൃത്തിയാക്കി ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനും പഞ്ചായത്തിനും വളരെയേറെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത്. ഇതൊരു മാതൃകയായിട്ട് എല്ലാവരും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ഇതുപോലെ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്നത് മാരകമായ ക്യാൻസർ രോഗങ്ങൾക്കും മറ്റു രോഗങ്ങൾക്കും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കുകൾ റോഡരികിലിട്ട് കത്തിക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. ഞങ്ങൾക്കിപ്പം ഇത് നല്ലൊരു വിജയമായി തന്നെ ഞങ്ങൾ കാണുകയാണ്. പ്രത്യേകിച്ച് ഭരണിക്കാവ് മീഡിയയാണ് സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഭരണിക്കാവ് മീഡിയയ്ക്ക് ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.